നമസ്കാരം. ഏതും ഫ്ലിക്കിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ രണ്ട് മൂന്ന് കാര്യങ്ങൾ നോക്കാൻ പോകുന്നുണ്ട്. ആദ്യമായിട്ട് തന്നെ പറയേണ്ടത്, ഏറ്റവും സന്തോഷമുള്ള കാര്യം പറയേണ്ടത്, ലോക ചാപ്റ്റർ 1 ചന്ദ്ര എന്ന ചിത്രം മലയാളത്തിലെ ഏറ്റവും വലിയ ഹിറ്റായി മാറിയിരിക്കുന്നു. ഇതുവരെ വേൾഡ് വൈഡ് ഗ്രോസ് ആയിട്ട് ഈ ചിത്രം നേടിയത് 267 കോടി രൂപയാണ്. ഈ വർഷം തന്നെ ഇറങ്ങിയ എമ്പുരാൻ എന്ന ചിത്രത്തിന്റെ 264 കോടി എന്ന റെക്കോർഡിനെയാണ് കേവലം 154 ദിവസം കൊണ്ട് ലോക എന്ന ചിത്രം കവർ ചെയ്തത്. ഈ അവസരത്തിൽ നിലവിൽ വേൾഡ് വൈഡായി ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ കുറച്ച് മലയാള സിനിമകളുടെ ഡീറ്റെയിൽസ് കൂടി നമുക്ക് നോക്കാം. ആദ്യം തന്നെ പറയുന്നത് ലോക എന്ന ചിത്രത്തെ കുറിച്ചാണ്. ഈ ചിത്രം കേരളത്തിലെ മലയാള സിനിമയിലെ ഏറ്റവും വലിയ വിജയമായി മാറിയത് കേവലം 24 ദിവസങ്ങൾ കൊണ്ടാണ്. അത്ഭുതപ്പെടുത്തുന്ന ഒരു കളക്ഷൻ ആയിരുന്നു ഈ ചിത്രത്തിന് ഉണ്ടായിരുന്നത്. കേവലം 30 കോടി ബഡ്ജറ്റിൽ തിയേറ്ററിലെത്തിയ ഈ ചിത്രം ഏതാണ്ട് ഇതിന്റെ 10 ഇരട്ടിയോളം തുക ഇപ്പോൾ തിയേറ്ററിൽ നിന്ന് സ്വന്തമാക്കിയിട്ടുണ്ട്. വേൾഡ് വൈഡായി സ്വന്തമാക്കിയിട്ടുണ്ട്. വലിയ വിജയങ്ങൾക്ക് ഹെലികോപ്റ്ററും വേണ്ട, അല്ലെങ്കിൽ വലിയ സ്റ്റാർ കാസ്റ്റും വേണ്ട, 10-20 കിലോ തൂക്കമുള്ള ഗണ്ണും വേണ്ട, ഒന്നും വേണ്ട എന്ന് തെളിയിക്കുന്നതായിരുന്നു ലോകയുടെ വിജയം. എന്തായാലും ഇത്ര വലിയൊരു വിജയം നേടിയെടുത്ത ടീം ലോകയ്ക്ക് അഭിനന്ദനങ്ങൾ. ലോകയ്ക്ക് മുമ്പ് മലയാള സിനിമയിലെ ഏറ്റവും വലിയ വിജയമായി കണക്കാക്കിയിരുന്നത് എമ്പുരാൻ എന്ന ചിത്രമായിരുന്നു. വേൾഡ് വൈഡ് ആയിട്ട് ഈ ചിത്രം നേടിയത് ഏകദേശം 264 കോടി രൂപയായിരുന്നു. എമ്പുരാന് മുന്നേ മലയാളത്തിലെ ഏറ്റവും വലിയ വിജയമായി നിന്നിരുന്നത് മഞ്ഞുമ്മൽ ബോയ്സ് എന്ന ചിത്രമായിരുന്നു. മഞ്ഞുമ്മലിന് ശേഷം വേൾഡ് വൈഡ് ഗ്രോസിൽ മുന്നിട്ട് നിൽക്കുന്ന ചിത്രം ഈ വർഷം തന്നെ ഇറങ്ങിയ തുടരും എന്ന ചിത്രമാണ്. 2018 ആടുജീവിതം, ആവേശം, പുലിമുരുകൻ, പ്രേമലു, ലൂസിഫർ. കേരളത്തിൽ നിന്ന് വേൾഡ് വൈഡായി ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ സിനിമകൾ ഇത് മാത്രമാണ്. കേരളത്തിൽ നിന്ന് വേൾഡ് വൈഡായി ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ ചിത്രങ്ങളെ കുറിച്ച് 2000 മുതൽ 2025 വരെയുള്ള 25 വർഷത്തെ ചരിത്രങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാം. 2000-ൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ വേൾഡ് വൈഡ് കളക്ഷൻ നേടിയ ചിത്രം നരസിംഹമായിരുന്നു. 5 വർഷങ്ങൾക്ക് ശേഷം രാജമാണിക്യം എന്ന ചിത്രം നരസിംഹത്തിന്റെ ഈ റെക്കോർഡിനെ തൂത്തെറിഞ്ഞുകൊണ്ട് മലയാള സിനിമയിലെ വേൾഡ് വൈഡായി ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ ചിത്രമായി മാറി. 2006-ൽ ക്ലാസ്മേറ്റ്സ് എന്ന ചിത്രം രാജമാണിക്യത്തെ മറികടന്ന് മുന്നിലെത്തി. 2008-ൽ 2020 ആയിരുന്നു മലയാളത്തിൽ നിന്നുള്ള ഏറ്റവും വലിയ കളക്ഷൻ നേടിയ ചിത്രം. 2009-ൽ പഴശ്ശിരാജയും, 2013-ൽ ദൃശ്യം എന്ന ചിത്രവും, 2015-ൽ പ്രേമം എന്ന ചിത്രവും, 2016-ൽ പുലിമുരുകൻ എന്ന ചിത്രവും, 2023-ൽ 2018 എന്ന ചിത്രവും, 2024-ൽ മഞ്ഞുമ്മൽ ബോയ്സ് എന്ന ചിത്രവും മലയാള സിനിമയിലെ വേൾഡ് വൈഡ് കളക്ഷൻ വൈസിൽ ഏറ്റവും വലിയ ഹിറ്റുകളായി മാറി. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് കേരള ബോക്സ് ഓഫീസിൽ നിലവിൽ പ്രദർശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ചിത്രങ്ങളുടെ ടോട്ടൽ കളക്ഷനാണ്. കളക്ഷൻ എന്ന് പറയുമ്പോൾ വെള്ളിയാഴ്ച വരെയുള്ള കളക്ഷനാണ് നമുക്ക് ലഭ്യമായിട്ടുള്ളൂ. ശനിയാഴ്ചത്തേത് അപ്ഡേഷൻ വന്നിട്ടില്ല. അതുകൊണ്ട് ഇന്നലെ വെള്ളിയാഴ്ച വരെയുള്ള കളക്ഷനാണ്, അതായത് 19-ാം തീയതി വെള്ളിയാഴ്ച വരെയുള്ള കളക്ഷനാണ് നമ്മൾ നോക്കുന്നത്. 23 ദിവസങ്ങളായി കേരള ബോക്സ് ഓഫീസിൽ പ്രദർശനം നടത്തിക്കൊണ്ടിരിക്കുന്ന ലോക ചാപ്റ്റർ 1 ചന്ദ്ര എന്ന ചിത്രം ഇതിനോടകം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 97 കോടി 90 ലക്ഷം രൂപ സ്വന്തമാക്കിയിരിക്കുന്നു. ഈ ലെവലിൽ തന്നെ മുന്നോട്ട് പോകുകയാണെങ്കിൽ ഈ ചിത്രം തുടരും എന്ന ചിത്രത്തിന്റെ 118 കോടി രൂപ അടുത്ത ആഴ്ചയോടെ കവർ ചെയ്യും. അതോടുകൂടി മലയാള സിനിമയിലെ ഏറ്റവും വലിയ ഹിറ്റ് എല്ലാ മേഖലയിലും ലോക എന്ന ചിത്രമായി മാറും. 23 ദിവസങ്ങളായി കേരള ബോക്സ് ഓഫീസിൽ പ്രദർശനം തുടരുന്ന ഹൃദയപൂർവം എന്ന ചിത്രം ഇതിനോടകം 40 കോടി 10 ലക്ഷം രൂപ സ്വന്തമാക്കിയിരിക്കുന്നു. ലോകക്കൊപ്പം ക്ലാഷായി ഇറങ്ങിയ ഈ ചിത്രവും വലിയ വിജയമാണ് ബോക്സ് ഓഫീസിൽ നിന്ന് നേടിയെടുത്തത്. പ്രത്യേകിച്ച് ഫാമിലി ഓഡിയൻസിന്റെ വലിയൊരു സപ്പോർട്ട് ഈ ചിത്രത്തിനുണ്ടായിരുന്നു. കഴിഞ്ഞ 8 ദിവസങ്ങളായി കേരള ബോക്സ് ഓഫീസിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഡെമോൺ സ്ലെയർ ഇൻഫിനിറ്റി കാസിൽ എന്ന ജപ്പാൻ ആനിമേ ചിത്രം ഇതിനോടകം തന്നെ ബോക്സ് ഓഫീസിൽ നിന്ന് 4 കോടി 12 ലക്ഷം രൂപ നേടിയിരിക്കുന്നു. ഒരു ജപ്പാൻ ആനിമയെ സംബന്ധിച്ചിടത്തോളം കേരള ബോക്സ് ഓഫീസിൽ ഈ തുക സ്വന്തമാക്കുന്നത് ഒരിക്കലും ഒരു ചെറിയ കാര്യമല്ല. വലിയ രീതിയിൽ തന്നെയാണ് ഇതിന്റെ കളക്ഷൻ മുന്നോട്ട് പോകുന്നത്. ആനിമേ ചിത്രങ്ങൾക്ക് മലയാളികൾക്കിടയിൽ ഇത്ര വലിയ ആരാധകരുണ്ട് എന്നുള്ളത് സിനിമാ ലോകത്തെയും പ്രേക്ഷകരെയും ഒരേപോലെ ഞെട്ടിച്ചൊരു കാര്യമാണ്. കഴിഞ്ഞ 15 ദിവസങ്ങളായി കേരള ബോക്സ് ഓഫീസിൽ പ്രദർശനം തുടർന്നുകൊണ്ടിരിക്കുന്ന കഞ്ചൂരിങ് സീരീസിലെ ദ ലാസ്റ്റ് റൈറ്റ്സ് എന്ന ചിത്രം
ഇതുവരെ 4 കോടി രൂപയാണ് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് സ്വന്തമാക്കിയത്. കഞ്ചൂറിങ്ങിന് കേരളത്തിൽ വലിയ രീതിയിൽ ഫാൻസ് ഉണ്ടെങ്കിലും പുതിയ സീരീസ് അത്ര പോരാ എന്നുള്ള അഭിപ്രായമാണ് ബോക്സ് ഓഫീസിൽ നിന്ന് ഉണ്ടായിട്ടുള്ളത്. വെള്ളിയാഴ്ച റിലീസായ മിറാഷ് എന്ന ചിത്രം ആദ്യ ദിവസം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് സ്വന്തമാക്കിയത് ഏകദേശം 1,10,00,000 രൂപയാണ്. ഒരു മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം കേരള ബോക്സ് ഓഫീസിൽ ഈ പ്രകടനം വളരെ ദയനീയമാണ് എന്ന് പറയാതിരിക്കാൻ തരമില്ല. ജിത്തു ജോസഫ് എന്ന ഹിറ്റ് മേക്കർ ഉണ്ടായിട്ടും ആസിഫ് അലി എന്ന സ്റ്റാർ കാസ്റ്റ് ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് ഈ ചിത്രത്തിന് ഇങ്ങനെ സംഭവിച്ചതെന്ന് മനസ്സിലാവുന്നില്ല. പൊതുവെ ഈ ചിത്രത്തെ സംബന്ധിച്ചിടത്തോളം ഒരു ബിലോ ആവറേജ് റിവ്യൂകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ അതുകൊണ്ട് തന്നെ ആയിരിക്കും ഈ പതിയെയുള്ള തുടക്കത്തിന് കാരണം. എന്തായാലും ചിത്രത്തിന്റെ ഭാവി എന്താണെന്ന് കണ്ടറിയാം. ഇതോടുകൂടെ വ്യക്തിപരമായിട്ടുള്ള ചില ആശയങ്ങൾ പങ്കുവെക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇത്തരത്തിലാണ് മിറാഷിന്റെ ഒരു തിയേറ്റർ റെസ്പോൺസ് എങ്കിൽ ദൃശ്യം 3യുടെ കാര്യം എന്താവും എന്നുള്ളത് ഞാൻ വളരെയധികം ആശങ്കപ്പെടുന്ന ഒരു കാര്യമാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം തീരെ പ്രതീക്ഷയില്ലാത്തൊരു ചിത്രമാണ് ദൃശ്യം 3. ഏതായാലും ജിത്തു ജോസഫിന് അദ്ദേഹത്തിന്റെ മാജിക് തുടരാൻ കഴിയട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയാണ്. കഴിഞ്ഞ വെള്ളിയാഴ്ച 19-ാം തീയതി സെപ്റ്റംബർ മാസം 2025 റിലീസായ ചിത്രം തന്നെയാണ് വള എന്ന ചിത്രം. ഈ ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് ആദ്യ ദിവസം സ്വന്തമാക്കിയത് ഏകദേശം 11.5 ലക്ഷമാണ്. ഒരു മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം വളരെ വളരെ മോശം കളക്ഷൻ. പക്ഷേ ഈ ചിത്രത്തിന്റെ റിവ്യൂകളൊക്കെ പൊതുവെ പോസിറ്റീവായി വരുന്ന ദിവസം നല്ല രീതിയിലുള്ള ഒരു ഒക്യുപ്പൻസി ഈ ചിത്രത്തിന് ഉണ്ടാവുമെന്നാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. ജോളി LLB 3 എന്ന ബോളിവുഡ് ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് ഫസ്റ്റ് ഡേ സ്വന്തമാക്കിയത് കേവലം 3 ലക്ഷം രൂപയാണ്. ബോളിവുഡ് സിനിമകൾക്ക് പണ്ട് മുതലേ കേരളത്തിൽ വലിയ രീതിയിലുള്ള ആരാധകരൊന്നും ഇല്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. ഏതായാലും ഒരു ബോളിവുഡ് ചിത്രത്തെ സംബന്ധിച്ചിടത്തോളം കേരള ബോക്സ് ഓഫീസ് വളരെ ഇമ്പോർട്ടന്റ് കുറഞ്ഞൊരു സ്ഥലമാണ്. അതുകൊണ്ട് അതിൻ്റെതായ എല്ലാ പ്രശ്നങ്ങളും ഇതിന്റെ കളക്ഷൻ വൈസിൽ നമ്മൾ കാണുന്നുണ്ട്. ശക്തി തിരുമകൻ എന്ന തമിഴ് ചിത്രം ഫസ്റ്റ് ഡേ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് സ്വന്തമാക്കിയത് 2 ലക്ഷം രൂപ മാത്രമാണ്. അത്ര വലിയ പ്രൊമോഷനും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ടായിരിക്കും ഈ ചിത്രത്തെ കുറിച്ച് ഞാനിപ്പോൾ പറയുമ്പോഴുമായിരിക്കും മിക്കവാറും ആൾക്കാർ കേൾക്കുന്നുണ്ടാകുക. അത് പ്രൊമോഷന്റെ കുറവ് കൊണ്ട് തന്നെ ആയിരിക്കും ഇത്ര വളരെ മോശം ഒരു ഒക്യുപ്പൻസി ചിത്രത്തിന് സംഭവിച്ചിരിക്കുന്നത്. എന്തായാലും ലോക ചാപ്റ്റർ 1 ചന്ദ്ര എന്ന ചിത്രം കേരള ബോക്സ് ഓഫീസിൽ വലിയ രീതിയിലാണ് മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. ഇതിന്റെ കളക്ഷൻ 200-ലോ 300-ലോ 400-ലോ നിൽക്കുമെന്ന് ഞാൻ കരുതുന്നില്ല, വ്യക്തിപരമായിട്ട് കരുതുന്നില്ല. ഒരു പക്ഷേ മലയാള സിനിമയിൽ നിന്ന് ആദ്യമായിട്ട് 500 കോടി എടുക്കുന്ന ചിത്രം ലോക ചാപ്റ്റർ 1 ചന്ദ്ര എന്ന ചിത്രമായാലും നമ്മൾ അത്ഭുതപ്പെടാനില്ല എന്നാണ് വ്യക്തിപരമായിട്ടുള്ള എൻ്റെ നിരീക്ഷണം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കൾ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് പ്രോത്സാഹിപ്പിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് തൽക്കാലത്തേക്ക് ഇവിടെ പറയുന്നു. മറ്റൊരു വീഡിയോയിൽ ഒട്ടും വൈകാതെ കാണാമെന്ന പ്രതീക്ഷയോടെ നന്ദി, നമസ്കാരം.